5% സാധാരണ പലിശ നിരക്കിൽ 3 വർഷം 3000 രൂപ പലിശ ഇനത്തിൽ ലഭിച്ചു എന്നുണ്ടെങ്കിൽ നിക്ഷേപിച്ച തുക എത്ര, മുതലായ തുക എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് I = PRT/100. പ്രിൻസിപ്പൽ അമൗണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടൈം ബൈ 100. ഇതാണ് പലിശ. അപ്പം ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഈ പി കാണാനാണ്. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? P = എന്തായിരിക്കും? P = എന്തായിരിക്കും? 100 × I/RT. 100 × I/RT ആയിരിക്കും ഇതിൻ്റെ ആൻസർ. സോ ഇവിടെ തന്നിട്ടുണ്ട് I എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 3000 × 100/6. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 × ടൈം 3 വർഷം. അപ്പം ഈ മൂന്നും കട്ട് ചെയ്ത് ഇവിടെ 1 ആവും എന്നുണ്ടെങ്കിൽ, ഈ 5ഉം ഈ 10ഉം കട്ട് ചെയ്ത് ഇവിടെ 2 ആവും എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ 2 1 2 3 4 20,000 രൂപയായിരിക്കും ഇതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ ആൻസർ അപ്പോൾ എത്ര? 20,000. 18,000 രൂപ 10% പലിശ നിരക്കിൽ 3 വർഷത്തേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ പറഞ്ഞു I = PRT/100. അപ്പോൾ എല്ലാവർക്കും കുറച്ച് സംശയം ഉണ്ടാവും, ഈ 3.25 കൊല്ലം എന്നുള്ളത് എങ്ങനെ? ആദ്യം എന്ത് ചെയ്യുക? ഈ വിഷമ ഭിന്നം എന്താക്കുക? ഈ മിശ്ര ഭിന്നം നമ്മൾ സാധാരണ ഭിന്നത്തിലേക്കാക്കാം. 3 9 10/3. അപ്പോൾ P എന്ന് പറയുന്നത് 1800 × R എന്ന് പറഞ്ഞാൽ 10/3 × 10/100. ഈ 100ഉം ഈ 0ഉം കട്ട് ചെയ്ത്, ഈ 8ഉം ഈ 3ഉം കട്ട് ചെയ്ത് 6. അപ്പോൾ എത്ര? 60 600 6000 രൂപ. ഓക്കെ, സോ ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന സാധാരണ പരീക്ഷയിൽ ചോദിക്കുക. എന്തായാലും അറിഞ്ഞിരിക്കേണ്ടത് ഇതാണ്, I = PRT/100. ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഓർത്ത് വെക്കാം. അപ്പം ബൈ.